ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 6 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ ഒരു പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 17-നാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സമയം നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേണമെന്ന് കുറച്ച് കമൻസ് കണ്ടു. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമായിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ, ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഊപ്പ് വേഴ്സസ് പോപ്പ് എന്ന ടോപ്പിക്ക് മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തു. അത് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതോടൊപ്പം ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് സഹായകമാകും. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ്, അതായത് ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടെ ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, അതായത് ഫോക്കസ് ഏരിയ മാത്രം ക്ലാസ്സുകൾ മതിയോ, അതോ നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ എൻ്റയർ ചാപ്റ്റർ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞാൽ മതിയോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടത്, അതെന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാമായിരുന്നു. എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം +2-ൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ ഈ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം, ക്ലയൻറ്റ് സൈഡിലും അതുപോലെ തന്നെ സെർവർ സൈഡിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ചാപ്റ്റേഴ്സിലെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ VB സ്ക്രിപ്റ്റ് എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടി വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ബ്രൗസേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇൻ്റർനെറ്റിൽ ഒരുപാട് പേര് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ ബ്രൗസർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഏത് ബ്രൗസർ യൂസ് ചെയ്താലും അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് ആണ് വളരെ പ്രചാരത്തിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചത് ബ്രെൻഡൻ എച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ക്ലയൻറ്റ് സൈഡിൽ ഡാറ്റ വാലിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദി ക്ലയൻറ്റ് സൈഡ് ഇറ്റ്സെൽഫ്. ദിസ് റെഡ്യൂസസ് ദ നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് വർക്ക് ലോഡ് ഓൺ ദി സെർവർ. അപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ക്ലയൻറ്റ് സൈഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നെറ്റ്വർക്ക് ട്രാഫിക്കും അതുപോലെ തന്നെ സെർവറിലേക്കുള്ള വർക്ക് ലോഡും ഇത് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെർവർ സൈഡ് റൺ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് ദി സെർവർ ആൻഡ് എ വെബ് പേജ് പ്രൊഡ്യൂസ്ഡ് ഈസ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. അതിനുശേഷമാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഏത് വെബ് പേജ് ആണോ ആവശ്യം അത് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് നമുക്ക് വെബ് പേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. വളരെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് സ്ക്രിപ്റ്റ് ടാഗ്. ഫോക്കസ് ഏരിയ കണ്ടവർക്ക് മനസ്സിലാവും, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സ്ക്രിപ്റ്റ് ടാഗ് എന്നുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻ ആൻ HTML പേജ്. നമ്മുടെ HTML പേജിൽ ഒരു സ്ക്രിപ്റ്റിംഗ് കോഡ്, നമ്മുടെ HTML പേജിൽ സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യണം? സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യണം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് താഴെ നൽകാം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, അതിനുശേഷം കോഡ് എഴുതുക, ദെൻ സ്ക്രിപ്റ്റ് ടാഗ് അവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കോഡിനകത്തായിട്ടാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് ലാംഗ്വേജ്, അതായത് ഇപ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതേണ്ടത് എവിടെയാണ്? ഈ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിട്ടായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ട് ആണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ലാംഗ്വേജ് ഈക്വൽ ടു ഇവിടെ നൽകിയിരിക്കുന്നത് എന്താ? ജാവാസ്ക്രിപ്റ്റ്. അതായത് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് ഏത് ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത്
ആ ലാംഗ്വേജിൻ്റെ പേരാണ് ഇവിടെ ലാംഗ്വേജ് ഈക്വൽ ടു എന്ന സ്ഥലത്ത് നൽകേണ്ടത്. ഈവൻ ഇപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് നൽകാം. ഇൻ കേസ് നിങ്ങൾ VB സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു VB സ്ക്രിപ്റ്റ് ആ കോഡ് എഴുതുക. മനസ്സിലായാലും വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താണ് സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റിംഗ് കോഡ് HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ലാംഗ്വേജ് എന്ന ആട്രിബ്യൂട്ട്. ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. സ്ക്രിപ്റ്റ് ടാഗ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. HTML ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഈ ബോഡി ടാഗിനുള്ളിലായിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് നമുക്ക് ഉൾപ്പെടുത്താം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് ടാഗ് നമ്മളവിടെ ക്ലോസ് ചെയ്യണം. പിന്നീട് വീണ്ടും ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം HTML ടാഗ് നമ്മളവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതിനുശേഷം ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ HTML ടാഗിനുള്ളിലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചു, ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് ടാഗാണ് ഉപയോഗിച്ചത്. ആ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിട്ട് വേണം നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എഴുതാനായിട്ട്. ഇവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു കോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സെമി കോളനും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ HTML കോഡിനുള്ളിലായിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എവറി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഓൾസോ എൻഡ്സ് ഇൻ എ സെമി കോളൻ. ജാവാസ്ക്രിപ്റ്റിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമി കോളൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് tells the browser that the code that follows is a JavaScript code. ഈ ഒരു കോഡ് അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബ്രൗസറിന് എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ഇനി എങ്ങനെയാണ് ഒരു HTML പേജിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്കറിയാം എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രൗസർ ആവട്ടെ ആ ബ്രൗസറിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ടായിരിക്കും. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ എ വെർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെർച്വൽ മെഷീനാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഇപ്പോൾ നിങ്ങൾ ഒരു HTML പേജിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുകയാണെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിലേക്കായിരിക്കും ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് സെൻഡ് ചെയ്യുന്നത്. പിന്നീട് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്ത് ചെയ്യും? എഞ്ചിൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് HTML പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. കഴിഞ്ഞൊരു എക്സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡും HTML പേജിനുള്ളിലായിട്ട് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. കോഡിനുള്ളിൽ HTML പേജിനുള്ളിലായിട്ട് എഴുതിയ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് തരുന്നത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനാണ്. ഇൻ കേസ് നിങ്ങൾ HTML പേജിൽ ജാവാസ്ക്രിപ്റ്റ് കോഡൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതായത് HTML കോഡ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉപയോഗിക്കില്ല. പകരം HTML പേജ് മാത്രമായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരു കേസിൽ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അടുത്തതായിട്ട് ഒരു ഹെഡിങ് ടാഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ HTML ടാഗ് ഓപ്പൺ ചെയ്തു. പിന്നീട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഈ ബോഡി ടാഗിനുള്ളിലായിട്ട് ഒരു H1 ടാഗ് ഓപ്പൺ ചെയ്തു. ഇതിനുള്ളിലായിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. Then document dot write equal to this is in H1 head. Then ആ സ്ക്രിപ്റ്റ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ H1 ടാഗിനാണ് ഉള്ളിലായിട്ടാണ് സ്ക്രിപ്റ്റ് ടാഗ് എഴുതിയത്. H1 ടാഗും അവിടെ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ഒരു H2 ടാഗ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. H2 ടാഗിനുള്ളിലായിട്ട് വീണ്ടും ആ സ്ക്രിപ്റ്റ് കോഡാണ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ദിസ് ഈസ് ഇൻ H2 ഹെഡ് എന്ന് നൽകി. വീണ്ടും ആ സ്ക്രിപ്റ്റ് ടാഗ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. H2 ടാഗും അവിടെ ക്ലോസ് ചെയ്യുന്നു. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം HTML ടാഗും ക്ലോസ് ചെയ്തു. ഇനി ഈ കോഡൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്ന് എഴുതിയത് H1 ടാഗിനുള്ളിൽ നൽകിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോണ്ട് സൈസിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നത്. തൊട്ട് താഴെയുള്ള സെൻറ്റൻസ് ദിസ് ഈസ് ഇൻ H2 ഹെഡ് എന്നുള്ളത് H2 ടാഗിനുള്ളിലായിട്ടാണ് നൽകിയത്.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ HTML കോഡും അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മളിവിടെ മിക്സ് ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലേ. H1 ടാഗിനുള്ളിലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, വീണ്ടും H2 ടാഗിനുള്ളിലായിട്ട് അടുത്തൊരു സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇതേ രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അത് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്, പെട്ടെന്നൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നെയിം ആൻഡ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ഇൻ ജാവാസ്ക്രിപ്റ്റ് ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു പ്രിന്റ് എ ടെക്സ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ ഓഫ് എൻ HTML പേജ്. HTML പേജിൻ്റെ ബോഡി സെക്ഷനിൽ ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഡാഷ് ഈസ് ദ വാല്യൂ ഗിവൺ ടു ലാംഗ്വേജ് attribute of script tag to specify the code follows is JavaScript code. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ അവിടെ നൽകുന്ന വാല്യൂ എന്താണ്? ലാംഗ്വേജ് ആട്രിബ്യൂട്ട് നൽകുന്ന വാല്യൂ എന്താ? ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ? ഇതെന്താണെന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു. ദെൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ് ഫോൾസ് ആണെന്ന് പറയുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ ഓൺലി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആണോ? അല്ല. ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല VB സ്ക്രിപ്റ്റും ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത്, സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ് ടു ഇൻക്ലൂഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻ ആൻ HTML പേജ്. ശരിയാണ് അല്ലേ? സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തത്, an HTML ഫയൽ can contain only one script tag in it. ഒരേ ഒരു സ്ക്രിപ്റ്റ് ടാഗ് മാത്രമേ HTML ഫയൽ വരാൻ പാടുള്ളൂ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിൽ 2 സ്ക്രിപ്റ്റിംഗ് ടാഗ് നമ്മൾ ഉപയോഗിച്ചു അല്ലേ. അടുത്തത്, വി ക്യാൻ മിക്സ് ജാവാസ്ക്രിപ്റ്റ് കോഡ് വിത്ത് HTML കോഡ്. അതെ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡും HTML കോഡും മിക്സ് ചെയ്യാം, പക്ഷേ സ്ക്രിപ്റ്റ് ടാഗ് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചിരിക്കണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ ജാവാസ്ക്രിപ്റ്റ് കോഡ് മസ്റ്റ് ബി പ്ലേസ്ഡ് വിത്തിൻ സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രിപ്റ്റ് ടാഗ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, എവറി ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ്സ് ഇൻ എ സെമിക്കോളൻ. ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തോളൂ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്